പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള അവരുടെ അതിർത്തികളെല്ലാം അടയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം അതിരൂക്ഷമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വിഷയം കൂടുതൽ കലുഷിതമാവാനാണ് സാധ്യത. ഒപ്പം ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ചേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വീണ്ടും ഒരു യുദ്ധക്കളമായി പാകിസ്ഥാൻ മാറുകയാണോ, സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണോ? ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ പ്രശാന്ത് സാർ? പാകിസ്ഥാനിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഒരാക്രമണം നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനകത്ത് ചാവേർ ആക്രമണം, വണ്ടി ഇടിച്ചു കയറ്റി ഒരു ചാവേർ സൈനികരെ വളരെ കൂടുതലായിട്ട് കൊന്നിട്ടുള്ള ആക്രമണം. ആ ആക്രമണത്തിന്റെ പിറകിൽ ഇന്ത്യയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം. അതിനുശേഷം മുനീറിന്റെ പ്രസ്താവന. നമ്മൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ കൃത്യമായിട്ട് വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ TTP, തെഹ്രീകെ താലിബാൻ, അതിന്റെ ഒരു ഉപസംഘടനയാണ് കഴിഞ്ഞ ദിവസം ഈ ചാവേർ ബോംബാക്രമണം ഏറ്റെടുത്തത്. അപ്പൊ അതിന്റെ ഭാഗത്ത് TTPയുടെ ഭാഗത്ത് നിന്നും വളരെ വലിയ വലിപ്പത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തെ വളരെ കൃത്യമായിട്ട് ആക്രമിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ പട്ടാളത്തിന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഏതാണ്ട് 2 ജില്ലകളിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായ ആക്രമണം നടന്നിരിക്കുന്നു എന്നാണ് അവിടെ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പം ഈ രീതിയിലുള്ള ആക്രമണം അത് TTPയുടെ കെയർ ഓഫിലും ഒരുപക്ഷെ പാകിസ്ഥാൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാന്റെ കെയർ ഓഫിലും ഒക്കെ, അല്ലെങ്കിൽ അതിന്റെ സഹായം വളരെ കൂടുതലായിട്ട് പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് നമ്മൾ കഴിഞ്ഞാൽ, നമ്മളോട് യുദ്ധപ്രഖ്യാപനം നിരന്തരമായിട്ടുള്ളതാണല്ലോ. അപ്പൊ മറ്റൊരു രാജ്യത്തോട് വളരെ കൃത്യമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. നേരത്തെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത് പോലെ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പ്രശ്നമുള്ള ഒരു ഒരു രാജ്യമാണ് ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനകത്ത് ഈ പറയുന്ന താലിബാന്റെ ഭരണം വരുന്ന 2021-ലാണെന്ന് തോന്നുന്നു താലിബാൻ ഭരണം അവിടെ വന്നത്. അതിനു മുമ്പും അവിടെ ഇരിക്കുന്ന ഭരണകൂടങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിർത്തി സ്വാതന്ത്ര്യാനന്തരം നിർണയിച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അവർക്ക് പ്രാപ്തമായിട്ടുള്ളതല്ല. അവർക്ക് പ്രാപ്തമായിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ അവരുടെ കൂടുതൽ പ്രദേശങ്ങൾ പാകിസ്ഥാനകത്തായി പോയിട്ടുണ്ട്. അത് തിരിച്ചു വേണം. അത് വളരെ മനഃപൂർവ്വം ഒരുപക്ഷെ ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അന്ന് തൊട്ടേ വളരെ കാലം മുമ്പേ ഈ പറയുന്ന വിഷയം അവിടെ ഉള്ളത്. അപ്പൊ ആ വിഷയത്തിനോടനുബന്ധിച്ച് ഇപ്പം യുദ്ധം അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കുന്നതിന്, അല്ലെങ്കിൽ ഈ പറയുന്ന അഫ്ഗാൻ പട്ടാളം ആ അതിർത്തിയിൽ വളരെ കൃത്യമായിട്ട് യുദ്ധം ചെയ്തിരിക്കുകയും അവരുടെ ഒരു യുദ്ധമുറ എന്ന് പറഞ്ഞാൽ ഗറില്ല യുദ്ധമുറയാണ്. ഗറില്ല യുദ്ധമുറ എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് മലയോരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നതിന് വളരെ വിദഗ്ധരാണ് അവർ ആ യുദ്ധതന്ത്രത്തിൽ ഒരു അമേരിക്കൻ പട്ടാളത്തെ പോലെ പോലും മുട്ടുകുത്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ അവിടുന്ന് ഓടിക്കുന്നതിന് സഹായമായിട്ടുള്ള ഒരു രീതിയാണ്. കാരണം മരിക്കുന്നതൊന്നും അവർക്കൊരു വിഷയമല്ല. അപ്പം ആ യുദ്ധതന്ത്രത്തിന്റെ മുമ്പിൽ പാകിസ്ഥാൻ സൈന്യം വളരെ കൃത്യമായിട്ട് മുട്ടുകുത്തുന്നു, അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ പിന്നെ മാത്രമല്ല, ഇപ്പം ഈ നമ്മുടെ ഈ പറയുന്ന ആത്മഹത്യാ സ്ക്വാഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ അല്ലേ. നമുക്ക് കാശ്മീരിലെ കാര്യം തന്നെ, അല്ലെങ്കിൽ കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ തുടർച്ചയാവുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചു കാലം കൊണ്ട് തുടർച്ചയല്ലെങ്കിലും വല്ലപ്പോഴും ആണല്ലോ. നമ്മൾക്ക് ഒരു ഭീകരൻ അവിടെ കയറിയാൽ എത്ര വലിയ സൈനിക ബലമാണെങ്കിലും ഭീകരന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇവിടെ പറയുന്ന പട്ടാളക്കാരെയും അല്ലെ സിവിലിയൻസിനെയും കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ മരണം ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് വളരെ ഡേഞ്ചറാണ്. അല്ലാതെ കായികമായിട്ട് നേരിടുകയാണെങ്കിൽ നമ്മുടെ പട്ടാളത്തിന് മുമ്പിലൊന്നുമില്ല. അപ്പം ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ 1-2 പേർ, വളരെ കുറച്ചു പേർ കയറി നടക്കുന്ന ആക്രമണത്തിനകത്ത് പോലും നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക്, നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു തലവേദന എത്ര വലുപ്പതാണെന്നറിയാം. ഇപ്പം അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ TTP, തെഹ്രീകെ താലിബാൻ, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭീകര സംഘടനകൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു കൂട്ടായ്മ, ഇത് വളരെ മാസീവായിട്ടാണ്, അല്ലെങ്കിൽ വളരെ കൂടുതൽ അവരുടെ സൈനിക ബലവും ഭയങ്കരമാണ്. പാകിസ്ഥാൻ പട്ടാളത്തിന് പിടിച്ചു. അപ്പൊ അവര് ചാവേറുകളാകുമ്പോൾ, അല്ലെങ്കിൽ വ്യാപകമായിട്ട് ചാവേറുകളാകുമ്പോൾ എത്ര വലിയ ബലത്തിൽ സൈന്യം നിന്നാലും, അല്ലെങ്കിൽ എതിരിടാൻ വരുന്നവന് മരണഭയം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവര് സൈന്യം നിൽക്കുമ്പോൾ, തോക്കുമായിട്ട് നിൽക്കുമ്പോൾ ഒരു ചാവേർ
വളരെ കൃത്യമായിട്ട് ഓടി അടുക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടാളത്തെ ആക്രമിക്കാൻ വരുമ്പോൾ ഒരു 100 മീറ്റർ ദൂരെ നിന്നായാൽ പോലും പൊട്ടിത്തെറിച്ചാൽ ഈ വളരെ കൂടുതൽ പട്ടാളക്കാർ മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് അല്ലെങ്കിൽ ഇവനെ വെടിവെച്ചിട്ടാൽ പോലും പട്ടാളക്കാർ മരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ. അപ്പം ആ രീതിയിൽ ആക്രമണം വളരെ കൃത്യമായിട്ട് ഉരുത്തിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ്, അല്ലെങ്കിൽ അവിടെ ആ രാജ്യത്ത് നിന്നാണെന്ന് കണ്ട് അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വലിയ വലിപ്പത്തിൽ അതിർത്തികൾ അടയ്ക്കുന്നു. ഇനി ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിൽ യാതൊരു വിധമായ കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിർത്തികൾ അടച്ചിരിക്കുന്നതാണ് റെയിൽസ്. അതുപോലെ തന്നെ B2 ബോംബറുകൾ ഈ പറയുന്ന ഇറാനിലേക്ക് ഈ ബോംബിങ്ങിന് വേണ്ടി സഞ്ചരിച്ചതിന് ഉപയോഗിച്ച പാത പാകിസ്ഥാൻ പാതയാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ വാർത്തകൾ വളരെ വെളിയിൽ വരുന്നുണ്ട്. അപ്പൊ അത് വ്യാപകമായിട്ട് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ അത്തരത്തിൽ വാർത്തകൾ വ്യക്തതയില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു കൃത്യതയില്ലെങ്കിലും ആ വാർത്തകൾ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. കാരണം തെളിവുകൾ ഒരുപക്ഷെ ഉദ്ധരിച്ചുകൊണ്ടാണെങ്കിലും ആ രാജ്യങ്ങൾ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ് അതിനകത്ത് വ്യക്തതയില്ല എന്നുള്ള കാര്യം പറയുന്നത്. അപ്പം ഇത് തന്നെയായിരിക്കും മുനീറുമായിട്ടുള്ള അടുപ്പത്തിന് ട്രംപ്, അല്ലെങ്കിൽ മുനീറിനെ വിളിച്ചിരുത്തി സദ്യ കൊടുത്തതിന്, അല്ലെ പാകിസ്ഥാന് ഏറ്റവും കൂടുതലായിട്ട് സിന്ദൂറിന് ശേഷം ഫണ്ടുകൾ കൊടുത്തത് എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടി വരും. മാത്രമല്ല ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനകത്ത് അമേരിക്കയ്ക്ക്, അല്ലെങ്കിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം, അല്ലെങ്കിൽ അമേരിക്ക നമ്മൾ തകർത്ത ചില ബേസുകൾ അമേരിക്ക നടത്തിയിരുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തകൾ അതിനകത്തൊക്കെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ വളരെ കാലം, അല്ലെങ്കിൽ വളരെ പുറകോട്ട്, അല്ലെങ്കിൽ അവരുടെ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ആ അമേരിക്ക കൈകാര്യം ചെയ്യുന്ന ബേസുകൾക്കകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥ, ആ ബേസുകൾക്കകത്ത് അവരുടെ പട്ടാളവും അവരുടെ ഈ പറയുന്ന വിമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങളും മാത്രമായിരുന്നു. അടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്ക നിയന്ത്രിക്കുന്നതായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മളവിടെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ മിലിറ്ററി എക്സ്പെർട്ടും, അല്ലെ പാകിസ്ഥാനിൽ നിന്നുള്ള തന്നെ മിലിറ്ററി എക്സ്പെർട്സും അതിന് വിശകലനം ചെയ്യുന്നവരും ഒക്കെ ചർച്ച ചെയ്തതാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ ഇന്ത്യൻ വ്യോമപാതയാണോ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞൊരു വാർത്ത വന്നിടത്ത് ഇന്ത്യൻ വ്യോമപാതയല്ല, പാക് വ്യോമപാതയാണ് ഈ B2 ബോംബറുകൾ, അല്ലെങ്കിൽ ഈ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉപയോഗിച്ചത്, അല്ലെങ്കിൽ അമേരിക്ക ഇറാനി യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച പാകിസ്ഥാൻ ബേസ് അല്ല, വ്യോമപാത. പക്ഷെ ബേസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, അവിടെ നിന്നാണോ ഇനി പറന്ന് പൊങ്ങിയത് എന്നതിനെ പറ്റി വ്യക്തതയില്ല. ഏതായാലും അവരുടെ വ്യോമപാത ഉപയോഗിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പം അത്തരത്തിലേക്കുള്ള ഒരു ആക്ഷേപം കൂടി നിൽക്കുമ്പോൾ വളരെ കാലം മുമ്പേ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മളെല്ലാം വിചാരിക്കും രണ്ട് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്, ഈ പറയുന്ന പാകിസ്ഥാനും ഇറാനും മുസ്ലിം രാജ്യങ്ങളാണ്, അതുകൊണ്ട് അവർ തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന അവരുടെ അതിർത്തിയിലും പ്രശ്നങ്ങളുണ്ട്. അവരുടെ അതിർത്തിയിൽ നമ്മൾ സിന്ദൂറിന് മുമ്പ് ഓർമ്മ കാണും, ഇറാൻ വളരെ കൂടുതൽ ഈ ഭീകരരെ കൊന്നൊടുക്കിയതായിട്ടുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തേക്ക് പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ നുഴഞ്ഞു കയറി അവരെ കൊന്നൊടുക്കി വലിയൊരു ഓപ്പറേഷൻ നടന്നിരുന്നു അല്ലെങ്കിൽ നടത്തി, അതൊക്കെ ഈ അന്തർദേശീയ തലത്തിൽ വാർത്തയായതാണ്. അപ്പം അവരുടെ ബോർഡറുകളിലും ഈ പറഞ്ഞതുപോലെ ഭീകരവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിനകത്തേക്ക് കടന്നു കയറുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഭീകരർ ശ്രമിക്കുകയും, അല്ലെങ്കിൽ അത്തരത്തിൽ ചില ആരോപണങ്ങൾ വളരെ കാലയെ കൂട്ടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു വിഷയം ഇപ്പം ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്ന ഇറാൻ, അതായത് അവരെ ആക്രമിച്ചത് അല്ലെങ്കിൽ അവരുടെ നടത്തിയത്, ആ ആക്രമണത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെ ദൈവത്തിന് നിരക്കാത്ത, അല്ല ദൈവവിരുദ്ധമായിട്ടുള്ള ജോലിയാണ് ചെയ്തിരിക്കുന്നത്, അവരെ ഒരുപക്ഷെ കൊല്ലണം, അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് ഇല്ലായ്മ വരണം എന്നുള്ള രീതിയിൽ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഇറാനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഷിയ മത പുരോഹിതൻ അത്തരത്തിൽ ഫത്വ പുറപ്പെടുവിച്ചു. അപ്പോൾ അതിന് കൂട്ടുനിന്നതിന്, അല്ലെങ്കിൽ അത് അത്തരത്തിലൊരു ബോംബിങ്, അത്തരത്തിലൊരു ആക്രമണത്തിന് പാകിസ്ഥാൻ പാത ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ, ആ പാകിസ്ഥാൻ പാത ഉപയോഗിച്ചതിനകത്ത് വ്യക്തതയുണ്ടെങ്കിൽ, ആ കാര്യത്തിനകത്ത് കൃത്യതയുണ്ടെങ്കിൽ, അത് ഇറാന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാവാം. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ സൈനികമായിട്ടുള്ള ആക്രമണത്തിന് അപ്പുറം നമ്മൾ ഭയക്കേണ്ടതെന്ന് പ്രോക്സികൾ. ഇറാൻ വിചാരിച്ചാൽ ലോകത്ത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള ലോകത്തെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രോക്സികളുടെ രാജാവായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് രാജ്യങ്ങളുടെയും ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഒരുപക്ഷെ കൃത്യമായിട്ട് ആദ്യം തന്നെ
ഒരു വലിയ യുദ്ധമല്ല, ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ ഭീകരവാദികൾ, അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അവരുടെ ശക്തി പ്രകടിപ്പിച്ചാൽ പോലും ആ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പം പാകിസ്ഥാൻ പട്ടാളത്തിനില്ല. അതിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ജില്ലകൾ കഴിഞ്ഞ ദിവസത്തെ ചാവേർ ആക്രമണം, അതിനു മുമ്പ് അവർ റിപ്പോർട്ട് ചെയ്ത് മരിച്ചു എന്ന് 13 പട്ടാളക്കാരുടെ മരണം ഉറപ്പുവരുത്തിയ ഒരു അല്ലെങ്കിൽ പ്രസ്താവന, അല്ലെങ്കിൽ അത്തരത്തിൽ ആ പ്രസ്താവനയുടെ പിറകിൽ ഇന്ത്യയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ. ഏതായാലും പാകിസ്ഥാൻ അകത്ത് പ്രശ്നങ്ങളാണ്. ഏതാണ്ട് 2 രാജ്യങ്ങളുടെ അതിർത്തിയിൽ ആ രാജ്യങ്ങളുടെ ഭീഷണി വളരെ കൃത്യമായിട്ട് നേരിടുന്നു പാകിസ്ഥാൻ പട്ടാളത്തിന്. TTP അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ആർമി ഖൈബർ പത്തുങ്ക മേഖലയിൽ ഒക്കെയുള്ള ചെറുത്തുനിൽപ്പിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു പാകിസ്ഥാനെയാണ് നമ്മൾക്ക് കാണുന്നത്. പാകിസ്ഥാൻ ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ പാകിസ്ഥാൻ അകത്ത് പൊട്ടിത്തെറികൾ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ട് പോകുന്നു. പാകിസ്ഥാൻ പട്ടാളം ഒരുപക്ഷെ അവർക്ക് അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വിരണ്ടോടുന്നു അല്ലെങ്കിൽ പിന്മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. എന്തായാലും പാകിസ്ഥാനിൽ സംഘർഷം രൂക്ഷമാകാനാണ് സാധ്യത. പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നുമൊക്കെ പാകിസ്ഥാനെതിരായ ചില നിലപാടുകൾ, അവരുടെ നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തികൾ അടച്ചിട്ടുണ്ട്. ഒപ്പം അവരും ഒരു യുദ്ധത്തിന് ഏത് നിമിഷവും സജ്ജമാണെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പക്ഷേ പാകിസ്ഥാൻ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ രാജ്യത്ത് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെയുണ്ട്. അത്തരത്തിൽ വീണ്ടും പാകിസ്ഥാൻ നേരിടേണ്ടി വരുമെന്ന കാര്യം നിസ്തർക്കമാണ്, വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.